നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചാണ്. നിങ്ങൾ നിലവിൽ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഭാവി പങ്കാളിയെക്കുറിച്ചും, അതല്ല നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിൽ, ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമുള്ള പങ്കാളിയെ, അവരുടെ യഥാർത്ഥ സ്വഭാവം, അവർ നിങ്ങൾക്ക് എത്രത്തോളം അനുയോജ്യരായിട്ടുള്ള വ്യക്തികളാണ്, നിങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു കണക്ഷൻ എങ്ങനെയുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റീഡിംഗ് ഉപയോഗിക്കാം. അപ്പോൾ റീഡിങ്ങിനായിട്ട് നമ്മൾ പിക്ക് എ പൈൽ കാർഡാണ്, റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 ഫയലുകൾ ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻഡോ റൂബി അനലിറ്റിക്കൽ ടാരോ പ്രേക്ഷകർക്ക് അവരുടെ പങ്കാളി എങ്ങനെയുള്ള വ്യക്തിയാണെന്നും അവരെക്കുറിച്ചുള്ള സൂചനകളും ഇവർ തമ്മിലുള്ള കണക്ഷൻ ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് നമ്മൾ 3 ഫയലുകൾ ഇവിടെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് ഞാൻ ക്രിസ്റ്റൽസ് കൂടി വയ്ക്കുകയാണ്. റെഡ് ജാസ്പർ, സോഡലൈറ്റ്, ഗ്രീൻ അവഞ്ചർ. ഫയൽ നമ്പർ 1 ടെമ്പറൻസ് ആൻഡ് red jasper. File number 2 hanged man and sodalite. File number 3 hierophant and green aventurine. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് യൂണിവേഴ്സിനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ നിങ്ങളുടെ മനസ്സിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കും. നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഹായ് ഫയൽ നമ്പർ 1. നിങ്ങൾ റീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റെഡ് ജാസ്പർ ക്രിസ്റ്റലിനോടൊപ്പം ടെമ്പറൻസ് എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡാണ്. അലയൻസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു മേജർ ആർക്കാന കാർഡാണ് ടെമ്പറൻസ്. അതായത് നിങ്ങളുടെ പങ്കാളിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ നല്ലൊരു ബാലൻസിങ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും എന്നാണ് ഇത് കാണിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ നല്ല ശാന്തതയുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. റെഡ് ജാസ്പർ ആയതുകൊണ്ട് ഇതിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ കടുത്ത ആത്മാർത്ഥതയും പ്രണയവും ഉള്ള ഒരു വ്യക്തി. അതായത് നിങ്ങളോട് നല്ല ആത്മാർത്ഥതയോടുകൂടിയും പ്രണയത്തോടുകൂടിയും വന്നു ചേരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കും ഉള്ളത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാർഡിന്റെ എനർജി പ്രകാരം നിങ്ങളുടെ പാർട്ട്ണറുടെ പേരിൽ BDMNST എന്നീ അക്ഷരങ്ങൾ വരാൻ വലിയ സാധ്യതയുണ്ട്. പേരിന്റെ തുടക്കം തന്നെ ആവണമെന്നില്ല, എന്നാലും പേരിന്റെ ഒരു ഭാഗത്ത് ഒരു ലെറ്റർ എന്ന് പറയുന്നത് BDMNST എന്നിവയിൽ ഏതെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്ക് അവരുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അതായത് അവരുടെ സ്വഭാവം, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭാവി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആലിസ് ഇൻ വണ്ടർലാൻഡ് ഡെക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറെ പറ്റി യൂണിവേഴ്സിൽ നിന്നും സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്ന ആ ഉത്തരം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാർഡുകൾ എടുക്കാം. കാർഡ് 1, കാർഡ് 2 and കാർഡ് 3. നമുക്ക് എന്താണ് നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം എന്ന് നോക്കാം. 3 of flowers. അവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് അവരുടെ പേരിന്റെ ആദ്യാക്ഷരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രാശി സംബന്ധമായ വിവരങ്ങളോ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 4 of hedgehogs, Queen of teacups. ഈ ബന്ധത്തിന്റെ ഭാവിയെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ കാർഡുകൾ നമുക്ക് റീഡിംഗ് പുരോഗമിക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ക്ലോസപ്പിൽ വെച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്
ത്രീ ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ടാരോ ഡെക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ആലീസ് ഇൻ വണ്ടർലാൻഡ് ടാരോ ഡെക്കിൽ ആലീസ് ഇൻ വണ്ടർലാൻഡിലെ മനോഹരമായ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്ലവേഴ്സ് എന്ന് വരുമ്പോൾ എല്ലാത്തിന്റെയും ഓരോന്ന് വിധം വന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് എന്ന് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് വാൺസ് ആണ്, ഊർജം, പാഷൻ എന്നിവയെ പറ്റിയാണ് ഈ ഫ്ലവേഴ്സ് കാർഡ് പറയുന്നത്. വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം. ത്രീ ഓഫ് ഫ്ലവേഴ്സ് ആണ് നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം, അതായത് ത്രീ ഓഫ് വാൺസ്. നിങ്ങളുടെ പങ്കാളി എപ്പോഴും ഭാവിയിലേക്ക് നോക്കി കൃത്യമായ ലക്ഷ്യങ്ങളോടെ ജീവിക്കുന്ന ഒരു വിഷനറി, ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വണ്ടർലാൻഡിലെ പൂക്കൾ വിരിയുന്നത് പോലെ ജീവിതത്തിൽ എപ്പോഴും വളർച്ചയും പുതിയ അവസരങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകും അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഈ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് വലിയ പ്ലാനുകൾ ഉള്ള ആളാണ്. നിങ്ങളുമൊത്തുള്ള ഒരു മികച്ച ജീവിതത്തിനായി അവർ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതം ഏറ്റവും മികച്ചതായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഇനി നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന വ്യക്തി, അതായത് നിങ്ങളുടെ ഭാവി പാർട്ട്ണർ, ദൂരദേശ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരോ വിദേശത്തുള്ളവരുമായി ബന്ധപ്പെട്ട് വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ ആകാം, അല്ലെങ്കിൽ വിദേശ പ്ലാനുകളിട്ട് വിദേശത്ത് ജോലി നോക്കുന്നതിന് വേണ്ടി നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, പഠിക്കുന്നവരാകാം. എന്തായാലും വലിയ സ്വപ്നങ്ങളുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ. ആ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ, അതായത് ആദ്യാക്ഷരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രാശി സംബന്ധമായ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് അറിയാനാണ് നമ്മൾ ഈ കാർഡ് എടുത്തിരിക്കുന്നത്. ഫോർ ഓഫ് ഹെഡ്ജ് ഹോഗ്സ്. ഈ കാർഡ് ഇവിടെ വരുമ്പോൾ വിശ്രമത്തെയും ആഴത്തിലുള്ള ചിന്തകളെയുമാണ് കാണിക്കുന്നത്. ഈ വണ്ടർലാൻഡ് സ്റ്റോറിയിൽ ഹെഡ്ജോക്സ് എന്ന് പറഞ്ഞാൽ മുള്ളംപന്നിയാണ്. അപ്പൊ മുള്ളംപന്നികൾ ഒരു ബോള് പോലെ ചുരുണ്ടുകൂടി വിശ്രമിക്കുന്നത് പോലെ നിങ്ങളുടെ പാർട്ട്ണർ ഉള്ളിൽ ഒരുപാട് ചിന്തകളുള്ള, എന്നാൽ പുറമേക്ക് വളരെ ശാന്തനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഉള്ളിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ ആരോടും പങ്കുവെക്കാതെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച്, ഉള്ളിൽ അതെല്ലാം കണ്ടെയ്ൻ ചെയ്ത് ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറയാം. മിഥുനം, തുലാം, കുംഭം രാശിക്കാരാകാൻ വലിയ സാധ്യതയുണ്ട്. ജെമിനി, ലീബ്ര, അക്വേറിയസ് ഇതിൽ വരുന്ന ആളുകളാവാൻ സാധ്യതയുണ്ട്. ആദ്യാക്ഷരം പറയുമ്പോൾ ഇത് 4ാമത്തെ നമ്പർ ആയതുകൊണ്ട് ന്യൂമറോളജി പ്രകാരം മുൻപ് നമ്മൾ പറഞ്ഞ അക്ഷരങ്ങൾക്കൊക്കെ പുറമെ ഡി, എം, ടി എന്നീ അക്ഷരങ്ങൾ ഈ കാർഡ് വഴി കൂടുതൽ ശക്തമായി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ അത് ഉണ്ടായിരുന്നു, അതായത് ദ, ഡ, മ, ത എന്നീ അക്ഷരങ്ങളിൽ വരുന്ന പേരുകൾ. കൂടാതെ വായുരാശികളുടെ അക്ഷരങ്ങൾ സാധാരണ പൊതുവെ അത് കെ, സി, എച്ച്, ആർ, ജി എന്നിവയാണ്. അതായത് ക, ച, ര, ഗ എന്നിവയും ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം. ബന്ധത്തിന്റെ ഭാവി എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന സന്ദേശം ടാരോയിലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള, അമ്മയെ പോലെ കരുതലുള്ള ഒരു കാർഡിലൂടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് ടീ കപ്സ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് ടാരോയിൽ. ഇത് വണ്ടർലാൻഡിലെ ടീ പാർട്ടിയിലെ രാജകീയമായ കപ്പ് പോലെ ഈ ബന്ധത്തിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പും എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിലവിൽ റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ, കമ്മിറ്റഡ് ആണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പരസ്പരം വികാരങ്ങളെ ബഹുമാനിക്കുക. ചെറിയ ഈഗോകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ ബന്ധം ഒരു ക്വീൻ ലെവലിലേക്ക് മാറും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി സിംഗിൾസ് ആണെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വഴി നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള കെയറിങ്ങും വൈകാരികമായ സുരക്ഷിതത്വവും ലഭിക്കും. നിങ്ങളുടെ ഹൃദയം നിറയുന്ന ഒരു പ്രണയമായിരിക്കും ഇത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. ക്യൂൻ ഓഫ് കപ്സ് ആണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ആദ്യത്തെ കാർഡ് ടെമ്പറൻസിൽ വന്നിരിക്കുന്ന എനർജി പോലെ തന്നെ നല്ലൊരു ബ്ലെൻഡിങ് ലൈഫിൽ ഉണ്ടാവാനായിട്ട്, ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധ്യതയുള്ള, റെഡ് ജാസ്പർ നൽകുന്നത് പോലെ കടുത്ത പ്രണയമുള്ള, നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് കാർഡ് പോലെ മനോഹരമായ പൂക്കളും ടീ കപ്സിൽ സ്നേഹം നിറഞ്ഞ ചായക്കോപ്പയും ആണ് വന്നിരിക്കുന്നത്. നടുവിലുള്ള ഹെഡ് ജോക്സ് കാണിക്കുന്നത് നിങ്ങളുടെ പങ്കാളി കുറച്ച് ചിന്താക്കുഴപ്പത്തിലാണെങ്കിലും ഈ ബന്ധത്തിന്റെ ഭാവി പൂക്കൾ വിരിയുന്നത് പോലെ മനോഹരമായിരിക്കുമെന്നാണ്. ഓക്കെ, അപ്പോ ഫയൽ നമ്പർ 1
റിലേഷൻഷിപ്പിൽ, നിലവിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഭാവിയിൽ വരാനിരിക്കുന്ന റിലേഷൻഷിപ്പിലാണെങ്കിലും ഏറ്റവും നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ അതോടൊപ്പം ഓൺ ആക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, മെമ്പർഷിപ്പ് പ്ലാൻ അതുപോലെ തന്നെ ആക്റ്റീവ് ആണ്. അനുയോജ്യമായ പ്ലാനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ബൈ. ഹായ്, ഫയൽ നമ്പർ 2. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹാങ്ഡ് മാൻ എന്ന മേജർ അർക്കാന കാർഡും അതുപോലെ തന്നെ സോഡലൈറ്റ് ക്രിസ്റ്റലുമാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ സമയമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത സോഡലൈറ്റ് ക്രിസ്റ്റലും അതിനോട് യോജിക്കുന്നു. നിങ്ങളുടെ പങ്കാളി വളരെ ബുദ്ധിമാനും സത്യസന്ധമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമായിരിക്കുമെന്നാണ് ഈ രണ്ട് എനർജീസും തമ്മിൽ ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ആംഗിളിലൂടെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പങ്കാളി. അതുപോലെ തന്നെ ഈ കാർഡ് മീനം രാശിയെ, പൈസസ്, ജലാംശമുള്ള ഗ്രഹങ്ങളെയൊക്കെ കാണിക്കുന്നതാണ്. ന്യൂമറോളജി പ്രകാരം ഇതിന്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ പേരിന്റെ ആദ്യാക്ഷരം ACGLKJ എന്നിവയിൽ ഒന്നാകാൻ വലിയ സാധ്യതയുണ്ട്. ആ, ച, ഗ, ല, ക, ജ എന്നിവയിൽ ഒന്നാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ നിന്ന് കിട്ടുന്ന സൂചന. ഇനി നമുക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടുതൽ രഹസ്യങ്ങളും ഈ ബന്ധത്തിന്റെ ഭാവിയും എന്താണ് സ്വർണ്ണലിപികളിൽ യൂണിവേഴ്സ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 3 കാർഡുകളാണ് എടുക്കുന്നത്. അവരുടെ സ്വഭാവം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ് അവരുടെ കൂടുതൽ, അതായത് പേരിന്റെ അക്ഷരങ്ങളോ രാശിയൊക്കെ കൺഫേം ചെയ്യുന്നതിന്, അത് സംബന്ധിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നതിന്, മൂന്നാമത്തെ കാർഡ് നമ്മൾ എടുക്കുന്നത് ഈ ബന്ധത്തിന്റെ ഭാവി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കാർഡ്സ് നോക്കാം. ഒന്നാമത് വന്നിരിക്കുന്നത് മൂൺ കാർഡ്. നമ്മൾ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. മൂൺ കാർഡ് രഹസ്യങ്ങളുടെ കാർഡാണ്. ഓക്കെ, 9 ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് 10 ഓഫ് ടീക്കപ്സ്. ഇവിടെ ആലിസ് ഇൻ വണ്ടർലാൻഡ് ടാരോ ഡെക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട്. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ നോർമൽ ടാരോ ഡെക്കിൽ പറയുന്നത് പോലെയുള്ള വാക്കുകളല്ല, അതിന് പകരം ആലിസ് ഇൻ വണ്ടർലാൻഡ് സ്റ്റോറിയിൽ ഉപയോഗിക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതിലുള്ള ക്യാരക്ടേഴ്സിന്റെയും എല്ലാം ആ എനർജിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വാൺസ് എനർജിയും അതുപോലെ ടീ കപ്സ് എനർജിയുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മൂൺ കാർഡാണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ പുറമേക്ക് അധികം കാര്യങ്ങൾ വെളിപ്പെടുത്താത്ത അല്പം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് എന്നാണ്. വണ്ടർലാൻഡിലെ രാത്രിയും നിഴലുകളും പോലെ അവരുടെ മനസ്സിൽ എപ്പോഴും എന്താണ് എന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവർ വളരെ സെൻസിറ്റീവും ഇമോഷണലുമാണ്. ഒപ്പം നല്ല ഇൻറ്റ്യൂഷൻ, അതായത് ഒരു 6th സെൻസ് ഉള്ള, കാര്യങ്ങളെ പറ്റി മുൻകൂട്ടി ഒരു ധാരണയുള്ള ഒരു വ്യക്തി. അതാണ് ഇവിടെ ഹാങ്ഡ് മാൻ പറയുന്നത് പോലെ കാര്യങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് വിശകലനം ചെയ്യുന്ന, മറ്റൊരു ആംഗിളിലൂടെ കാണുന്ന, നമ്മൾ നോർമലി കാണുന്ന പോലെയല്ല, മറ്റൊരു ആംഗിളിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആ എനർജിയുടെ കൺഫേം ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ എന്തോ കാര്യമായിട്ട് ഒരു ചിന്തയിലാണ്, എന്തോ ഒരു കാര്യത്തെപ്പറ്റി കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ട് നിങ്ങൾക്കിടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ നിലവിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങളോട് എന്തൊക്കെയോ അവർ ഒളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാവണമെന്നില്ല. നമുക്കൊരു കൺഫർമേഷൻ, നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു മനസ്സിനൊരു ശങ്ക വേണ്ട കാര്യത്തെ പറ്റി. നിങ്ങളുടെ പാർട്ട്ണർ, അതായത് നിലവിലുള്ള ആളുകളുടെ കാര്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് നല്ല രീതിയിലുള്ള ബന്ധമാണോ? 8 ഓഫ് ടീക്കപ്സ്, 8 ഓഫ് കപ്സ് ആണ്, 10 ഓഫ് വാൺസ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിലവിൽ എന്തോ ഒരു കാര്യങ്ങളിൽ നിന്ന് അകന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, പിന്തിരിഞ്ഞ് നടന്നു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഈ എനർജി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവരെന്തോ ഒരു കാര്യം നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ആശങ്ക വേണ്ടല്ലോ എന്ന് കരുതിയാണ് നമ്മൾ 2 കാർഡ് കൂടി എടുത്തത്. എന്തോ ഒന്നിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു പോകാൻ വേണ്ടിയിട്ട്, അതായത് 8 കപ്പുകൾ ഉണ്ട്, അത് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട് അവര് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ അവരിൽ ഉണ്ടാകാം, എന്തോ ഒരു രഹസ്യങ്ങൾ ഉണ്ടാകാം. എന്തായാലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന, അതെല്ലാം വിട്ട് ആ ഒരു
ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള തോട്ട്സ് വിട്ട് സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അവര് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഭാരം ഒരുമിച്ച് തോളിലേറ്റാൻ അവർ ശ്രമിക്കുന്നത് കൊണ്ട് കടുത്ത ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വേറൊരു വഞ്ചനയുമായി ബന്ധപ്പെട്ട ഒരു എനർജി ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇനി നിലവിൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാവരുതല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. ഇനി സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല, തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഭയം ഉണ്ടാകാമെന്നാണ്, ആശങ്കകളുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അത് വെറുതെ ഒരു വിദ്യാധാരണയാണ്. നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പങ്കാളിയുമായി ബന്ധപ്പെട്ട്, വരാൻ പോകുന്ന പങ്കാളിയാണെങ്കിൽ നിലവിലുള്ളവരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ആശങ്ക, നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ എന്തോ ഒരു രഹസ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാവുമോ, എന്തൊക്കെയോ ഒളിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ക്ലിയർ ആകും. അത് ഒരിക്കലും ഒരു ചതിയോ വഞ്ചനയോ ആയിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ ഒരു എനർജി ആയിട്ട് ഇവിടെ എന്തായാലും വന്നിട്ടില്ല. അത് അവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് ലഭിച്ചത് 9 ഓഫ് വാണ്ട്സ് ആണ്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് പ്രതിസന്ധികളെയും പോരാട്ടങ്ങളെയും അതിജീവിച്ച റിസൈലിയന്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയാം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർത്തു നിൽക്കുകയാണ്, തളർന്നു നിൽക്കുകയാണ്, പക്ഷെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും അവർ ഒരു ജാഗ്രത പാലിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതിരോധം തീർത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ അവർ എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോടാണെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളോടാണെങ്കിൽ ആണ് ഞാൻ അത് പറഞ്ഞത്. ജ്യോതിഷ രാശിയുമായിട്ട് നോക്കുമ്പോൾ വാൺസ് എന്ന് പറയുന്നത് അഗ്നി രാശിയാണ്. ഇതിലേക്ക് മൂൺ കാർഡിന്റെ എനർജിയും കൂടി വരുമ്പോൾ ഇവർ കർക്കിടകം, ചിങ്ങം, ധനു രാശിക്കാരാകാൻ വലിയ സാധ്യതയുണ്ട്. അതായത് ക്യാൻസർ, ലിയോ, സജിറ്റേറിയസ്. അതുപോലെ നമ്മൾ ആദ്യം കുറച്ച് അക്ഷരങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. 9 എന്ന നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ന്യൂമറോളജി പ്രകാരം വരുന്ന അക്ഷരങ്ങളായിട്ടുള്ള IRJ എന്നീ അക്ഷരങ്ങൾ കൂടി ആദ്യം നമ്മൾ പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. കൂടാതെ കർക്കിടക രാശിയുടെ അക്ഷരങ്ങളായിട്ടുള്ള HD എന്നിവയും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം. അതായത് ഇ, ര, ജയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതിലുണ്ട്. ഹ, ഡ എന്നിവയും വന്നേക്കാം എന്നാണ് പറയുന്നത്. ആ അക്ഷരങ്ങളിൽപ്പെട്ട ആളുകളും ആവാം. ഈ ബന്ധത്തിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇതിലും നല്ല ഒരു കുടുംബ ചിത്രം, ഒരു ഹാപ്പി എൻഡിങ് ഫാമിലി കാർഡ് വേറെ ഒന്നില്ല ടാരോയിൽ. ഏറ്റവും സന്തുഷ്ടമായ ഒരു ഫാമിലി കാർഡാണിത്. വണ്ടർലാൻഡിലെ സന്തോഷം നിറഞ്ഞ ടീ പാർട്ടി പോലെ കുടുംബ ജീവിതത്തിന്റെ പൂർണ്ണതയാണ്, അതായത് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആൻഡ് ഫാമിലി ആണിത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന മൂണിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട. അവർക്ക് എന്തൊക്കെയോ പ്രതിസന്ധികൾ, ഇവിടെ 9 ഓഫ് വാണ്ട്സും കൂടി ചേർന്ന് പറയുന്നത് അവരെന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളോട് പോരാടി നിൽക്കുന്നത് കൊണ്ട് അവർക്കൊന്നും പുറത്തേക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അവർ മറ്റൊരു കോണിലൂടെ കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവരെന്തായാലും വിട്ടുകൊടുക്കാതെ കാര്യങ്ങളെ തോറ്റുപോകാതെ മുന്നോട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഭാവിയാണ്. ഫാമിലി അവർക്ക് എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിലവിൽ റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അകൽച്ചയോ കൺഫ്യൂഷനോ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം ഉടൻ തന്നെ മാറും. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലമാണ് ഈ കാർഡുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം, വിഷമങ്ങൾ താൽക്കാലികമാണ്, വലിയൊരു സന്തോഷം നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ്. സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആവില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തി നിങ്ങളെ ഒരു രാജ്ഞിയെ പോലെയോ രാജാവിനെ പോലെയോ കണക്കാക്കുന്ന, മാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു മികച്ച കുടുംബജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് സിംഗിൾസ് ആയിട്ടുള്ള ആളുകളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങിയത് ഹാങ്ഡ് മാനിലും മൂൺ കാർഡിലുമാണ്. അതായത് കടുത്ത കാത്തിരിപ്പും മനസ്സിലെ കൺഫ്യൂഷനും നിങ്ങളെ അലട്ടിയിരുന്നു, അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ റീഡിംഗ് അവസാനിക്കുന്നത് 10 ഓഫ് ടീ കപ്സ് എന്ന മനോഹരമായ കാർഡിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കൺഫ്യൂഷനുകളും മാറി വലിയൊരു സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് ഫയൽ നമ്പർ 2-ന് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ അതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ചാനലിന് വലിയൊരു സപ്പോർട്ട് ആവും. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. ഹായ്, ഫയൽ നമ്പർ 3 നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹൈറോഫന്റ് എന്ന മേജർ ആർക്കാന കാർഡാണ്. അതുപോലെ തന്നെ ഗ്രീൻ അവഞ്ചറിൻ എന്ന ക്രിസ്റ്റലുമാണ്. അതായത് ഒരു ഭാഗ്യത്തിന്റെ കല്ലെന്നാണ് ഇതിനെ പറയുന്നത്, ഗ്രീൻ അവഞ്ചറിൻ. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്
അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് വെറുതെ ഒരു പ്രണയമായിട്ടല്ല, വലിയൊരു ഭാഗ്യമായിട്ടായിരിക്കും എന്നാണ് ഈ കാർഡുകൾ അതുപോലെ ഈ ക്രിസ്റ്റലിൽ നിന്നുള്ള എനർജിയും സൂചിപ്പിക്കുന്നത്. വളരെ മാന്യതയുള്ള സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരാളായിരിക്കും ഇവർ. ജ്യോതിഷപരമായി ഈ കാർഡ് ടോറസ് രാശിയാണ് കാണിക്കുന്നത്. ഹയറഫന്റ് ന്യൂമറോളജിയുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ പേരിന്റെ ആദ്യ അക്ഷരം ഇ യു ഒ വി ഡബ്ല്യു, ഇ ഉ ഒ വ എന്നിവയിൽ ഒന്നാകാൻ വലിയ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാഥമികമായി കിട്ടിയ എനർജിയാണത്. ഇനി നമുക്ക് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് ഇവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത, ഇവരുടെ രാശി സംബന്ധമായ കാര്യങ്ങൾ, ബന്ധത്തിന്റെ ഭാവി എന്നിവ അറിയാം. ഇവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, അവരുടെ രാശി, അതുപോലെ ആദ്യാക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധത്തിന്റെ ഭാവി, അതിനെപ്പറ്റി അറിയാൻ 3 കാർഡുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവരുടെ സ്വഭാവം 5 ഓഫ് കപ്സ്, 5 ഓഫ് ടീ കപ്സ്. ഇവിടെ ആലിസ് ഇൻ വണ്ടർലാൻഡ് ഡെക്കിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കാർഡുകൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ടീ കപ്സ്, രണ്ടും കപ്സ് ആണ്, വൈകാരികമായ കാർഡാണ് വന്നിരിക്കുന്നത്. ടീ കപ്സ് എന്ന് പറയുന്നത് സാധാരണ ടാരോയിലെ കപ്സ് എനർജിയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ യഥാർത്ഥ സ്വഭാവം ചോദിച്ചപ്പോൾ നമുക്ക് 5 ഓഫ് ടീ കപ്സ് ആണ് ലഭിച്ചത്. ഈ കാർഡ് കാണിക്കുന്നത് പാസ്റ്റിലെ, അതായത് ഭൂതകാലത്തെ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ പങ്കാളി മുൻപ് ജീവിതത്തിലോ റിലേഷൻഷിപ്പിലോ വലിയൊരു മാറ്റത്തിലൂടെയോ ഹാർട്ട് ബ്രേക്കിലൂടെയോ കടന്നുപോയ വ്യക്തിയാണ് എന്നാണ്. അവർ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പഴയ മുറിവുകൾ അവരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ പോലും അവരെ വല്ലാതെ സ്വാധീനിക്കും. നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി പഴയ ചില കാര്യങ്ങൾ ഓർത്ത് ഇപ്പോൾ അല്പം സങ്കടത്തിലോ നിരാശയിലോ ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ പിന്തുണയും കെയറിങ്ങും വളരെ ആവശ്യമുണ്ട്. പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ പഴയ ഏതെങ്കിലും ബന്ധത്തെ പറ്റി ഓർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അടുത്തിടെ ഉണ്ടായ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ മൂലം അവർക്ക് വല്ലാത്ത നിരാശയും വിഷമവും ഒരു ഹാർട്ട് ബ്രേക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ കൂടുതൽ പിന്തുണയും കെയറിങ്ങും ഒക്കെ നൽകിയാൽ അതിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അതാരാണെന്ന് അറിയില്ല എന്നൊരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തി ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്നൊക്കെ പതുക്കെ മാറി വരുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി റിലേഷൻഷിപ്പ് തന്നെയാണെന്നില്ല, ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു പാസ്റ്റിൽ എന്തോ ഒരു നഷ്ടങ്ങളും തകർച്ചയും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതിൽ വിഷമിച്ചിരിക്കുന്ന വൈകാരികമായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയാം. കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പേരുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന കാർഡ് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ അവസ്ഥയുണ്ടല്ലോ, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അവരുടെ ക്യാരക്ടറെ ബാധിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു നഷ്ടത്തിന്റെയും നിരാശയുടെയും അവസ്ഥയാണെങ്കിൽ സ്റ്റാർ കാർഡ് അതിനോട് ചേർന്ന് വന്നിരിക്കുന്നത് ഉറപ്പ് നൽകുന്നത് ഹീലിംഗ് ആണ്. അതായത് അവരുടെ ആ മുറിവുകൾ ഉണങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ വണ്ടർലാൻഡ് സ്റ്റോറിയിൽ കറുത്ത ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം പോലെ കനത്ത നിരാശകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു പ്രകാശത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ മറ്റുള്ളവർക്ക് എപ്പോഴും പോസിറ്റിവിറ്റിയും പ്രതീക്ഷയും നൽകാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വമായിരിക്കും. ഒരിക്കലും ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആയിട്ട് ഏത് നേരവും കരഞ്ഞ ബഹളം വെച്ച് നെഗറ്റീവ് എനർജി തരുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല. അവരുടെ ലൈഫിൽ നിലവിൽ എന്തോ ഒരു വിഷമം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഹീലിംഗ് വരാൻ പോകുന്നു. അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ വളരെ പോസിറ്റീവായിട്ടുള്ള പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്ന അത് ആളുകളിലേക്ക് പകരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇത് കുംഭം രാശിയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ കാർഡ്. ഹയറഫന്റ് ഇടവം രാശിയാണ്. അപ്പോ ഈ രാശികളിൽ ഉള്ള എനർജി, അതായത് ഈ രാശികളിൽപ്പെട്ട ആരെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുംഭം രാശിയുടെയും ഇടവൻ രാശിയുടെയും എനർജി വെച്ച് നോക്കുമ്പോൾ അവരുടെ പേര് തുടങ്ങുന്നതോ അല്ലെങ്കിൽ ആ പേരിൽ GSKBV, ഗ സ ക ബ വ എന്നീ അക്ഷരങ്ങൾ വരാൻ വലിയ സാധ്യതയുണ്ട്. ബന്ധത്തിന്റെ ഭാവിയെ പറ്റി ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നമുക്ക് നൽകിയിരിക്കുന്നത് ഫയൽ നമ്പർ 1 ഇത് തന്നെയായിരുന്നു. നമ്മുടെ ബന്ധത്തിന്റെ ഭാവിയെ പറ്റി ചോദിച്ചപ്പോൾ കിട്ടിയത്. നിങ്ങൾക്ക് ഫയൽ നമ്പർ 3 ഫയൽ നമ്പർ 1 റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കൂടി കണ്ടു നോക്കാവുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എനർജി റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കണ്ടു നോക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നതേ ഉള്ളൂ. ദാറ്റ്സ് അപ് ടു യു. ഇവിടെ ക്യൂൻ ഓഫ് ടീ കപ്സ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇത് പറയുന്നത്
സ്നേഹത്തിന്റെയും ഹീലിംഗിന്റെയും ഒക്കെ ഒരു പര കൂടിയാണ് കാണിക്കുന്നത്. 5 ഓഫ് കപ്സിൽ കണ്ട ആ സങ്കടങ്ങളെല്ലാം മാറി വണ്ടർലാൻഡിലെ ക്വീനിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാലം വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അത് സിംഗിൾസ് ആണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എനർജി, പങ്കാളിയുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കെയറിങ്ങും എല്ലാം നൽകുന്ന ഒരു നർച്ചറിങ് ചെയ്യുന്ന, അതുപോലെ ഒരുപാട് സ്നേഹം തരുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ പഴയ പിണക്കങ്ങളോ സങ്കടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി, അതുണ്ടാക്കിയ മുറിവുകളെല്ലാം ഉണങ്ങി സ്റ്റാർ കാർഡ് പറയുന്നത് പോലെ പുതിയൊരു പ്രതീക്ഷയും ക്യൂൺ ഓഫ് ടീ കപ്സ് കാണിക്കുന്നത് പോലെ കടുത്ത പ്രണയവും നർച്ചറിങ്ങും കെയറിങ്ങും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും തിരിച്ചു വരും. വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ വലിയ സാധ്യതയുള്ള ഒരു കാർഡാണ് ഇത് സിംഗിൾസ് ആണെങ്കിൽ. അതുപോലെ റിലേഷൻഷിപ്പിൽ ഉള്ളതാണ്, മാരീഡ് അല്ലെങ്കിലും അതങ്ങനെ തന്നെ ആയിരിക്കും. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ഒരു ഉറപ്പിന്റെ, ആ ബന്ധത്തിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ റീഡിങ് നമുക്ക് കാണിച്ചു തന്നത്, ഈ റീഡിങ് തുടങ്ങിയത് തന്നെ ഹയറോഫന്റ് കാർഡിൽ നിന്നാണ്. ഹയറോഫന്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഈ പിക്ചറിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു പ്രീസ്റ്റിന്റെ മുന്നിൽ വിവാഹത്തിനായിട്ട് നിൽക്കുന്നത് പോലെയുള്ള ഒരു, അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള ഒരു എനർജി. അതുപോലെ തന്നെ ഒരു ദൈവികമായിട്ടുള്ള ഗുരുതുല്യമായിട്ടുള്ള ഒരു വഴികാട്ടലിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല അങ്ങനെ ഒരു ഉറപ്പിലേക്ക്, നിയമപരമായ ഒരു ബന്ധത്തിലേക്ക്, ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, വിവാഹം എന്നിവ വരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ കാർഡ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു എനർജി എന്ന് പറയുന്നത് പൊതുവിൽ ഒരു ഓവറോൾ എനർജി പൈൽ നമ്പർ 3 വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. വിവാഹമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് എത്തും. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ ഒറ്റപ്പെടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടി പോകുന്നു. ഇനി സ്നേഹത്തിന്റെ നാളുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം, ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ എടുത്താൽ അത് തീർച്ചയായിട്ടും ചാനലിനൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ കഴിയുന്നവർ അതുകൂടി ചെയ്ത് സഹായിക്കണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ, ഏതെങ്കിലും ടോപ്പിക്കിൽ റീഡ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പങ്കുവയ്ക്കാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.